ബാഗ്ദാദിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ്. ആ അഭയാർത്ഥി ക്യാമ്പിൽ കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിലൊരാൾക്ക് പെട്ടെന്ന്, ഒരു കുട്ടിക്ക് പെട്ടെന്ന് രക്തം ആവശ്യം വന്നു. ആ കുട്ടിയുടെ ഗ്രൂപ്പിലുള്ള രക്തം ഉള്ള വലിയ മുതിർന്ന ആളുകൾ ആരും അവിടെ ഇല്ല. ഓരോ ആളുകൾ ഓരോ കാര്യത്തിൽ തിരക്കിലാണ്. അവസാനം രക്തം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അധിക പ്രായമൊന്നായിട്ടില്ലാത്തൊരു കുട്ടിയെ തന്നെയാണ്. ആ കുട്ടിയാണ് രക്തം കൊടുക്കുന്നത്. ആ കുട്ടി രക്തം കൊടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ ആ രക്തം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന സമയത്ത് ടേബിളിൽ കിടന്നിട്ട് ഈ കുട്ടി പറയാണ്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണമെന്നിങ്ങനെ വാശി പിടിക്കുന്ന പോലെ പറഞ്ഞു. അപ്പൊ എല്ലാരും അവരോട് ചോദിക്കുന്നുണ്ടടാ, കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതിയോ, അമ്മ വരാനാവുന്നേയുള്ളൂ, കുറെ ദൂരെയാണ്, അമ്മ എപ്പോഴാണ് എത്തുകയെന്നറിയില്ല, രക്തം പെട്ടെന്ന് കൊടുത്തൂടെ, ഇങ്ങനെ വാശി കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഉമ്മയെ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ പറയാം, ഞാൻ എൻ്റെ ചോര കൊടുത്താല് ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിച്ചു പോകുന്നതാണ്. പക്ഷെ അത്ഭുതം അതല്ല. എന്നിട്ടും അവൻ അതിന് തയ്യാറാണ്. ഈ കുട്ടിയാണ് ശരിക്കും വലിയ മനുഷ്യൻ. അവന്റെ ഉള്ളിലുള്ളതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി. രക്തം പൊടിക്കുന്നവരുടെ പേരല്ല അത്, രക്തം കൊടുക്കുന്നവരുടെ പേരല്ല. രക്തം പൊടിക്കുന്നവരുടെ പേരല്ല അത്, രക്തം കൊടുക്കുന്നവരുടെ പേരാണ്.